കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഈ യൂട്യൂബ് ചാനലിൽ കൂടി അരുവിക്കര ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന കൂട്ടായ്മ യൂട്യൂബ് ചാനലിൽ കൂടി ഒരു ഉണർവിൻ്റെ കുറിച്ചുള്ള ഒരു തുടർമാനമായ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ രണ്ടാമത്തെ പ്രസംഗത്തിൽ ഉണർവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഉണർവ് എന്ന വിഷയം, ഒരു ഉണർവുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പ്രകാരത്തിൽ ദൈവത്തിന് മറുപടി തരാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഉണർവ് എന്ന് പറയുന്ന അത് ദൈവം അയക്കേണ്ട ഉണർവാണോ, അത് നമ്മൾ ഉണ്ടാക്കേണ്ട ഉണർവാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു മാരി ദൈവം സ്വർഗത്തിൽ നയിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി നയിക്കപ്പെടുന്ന ഒരു ആത്മാവിൻ്റെ വ്യാപാര ശക്തിയാണ് ഉണർവ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് പ്രത്യക്ഷത്തിൽ എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ ഉണർവ്, ദൈവം അയക്കുന്ന ഉണർവിന് മുന്നോടിയായിട്ട് നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു ഉണർവുണ്ട്. ദൈവം അയക്കുന്നതല്ല, നമ്മൾ സ്വയം ഉണ്ടാക്കേണ്ടതാണ്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 60 അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ, എഴുന്നേറ്റു പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇവിടെ ഉണർവിന് തത്തുല്യമായി തന്നെയാണ് യഹോവയുടെ തേജസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുകയാണ്, അതിനൊരു സംശയവുമില്ല. പക്ഷേ എഴുന്നേറ്റു പ്രകാശിക്കണം. അപ്പോൾ ഒരു ഉണർവ് നമ്മുടെ മേലുണ്ട്. ഉണർവ് ദൈവം നമ്മുടെ മുമ്പിൽ അയച്ചിരിക്കുകയാണ്. നമ്മൾ എഴുന്നേറ്റ് ഉണർവിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് നമ്മളിൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മൾ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം നമ്മോട് പറയുന്നൊരു കാര്യം എഴുന്നേറ്റ് പ്രകാശിപ്പാനാണ്. ഒന്ന്, നമ്മൾ പ്രകാശിക്കണമെങ്കിൽ എഴുന്നേൽക്കണം. നമ്മൾ ഉണരണമെങ്കിൽ എഴുന്നേൽക്കണം. എവിടെ നിന്നാണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഉണർവിനും ദൈവിക പ്രകാശനത്തിനും തടസ്സമായിട്ട് നമ്മൾ എവിടെ ഇരുന്നു അവിടെ നിന്ന് എഴുന്നേൽക്കണം. എന്നാൽ സങ്കീർത്തനത്തിൽ പറയുന്ന, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഇരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് പറയുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്, ആ ഉണർവ് നമ്മിൽ വരാതെ വണ്ണം ഏതോ ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുക. അവിടെ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. ഓൾറെഡി ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ മേൽ വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സകല കൃപകളും നമ്മുടെ മേൽ വന്നിരിക്കുകയാണ്. പക്ഷേ തിരുവചനം പറയുന്നത്, നീ എഴുന്നേറ്റ് പ്രകാശിക്കണം. അപ്പോൾ പ്രകാശിക്കണമെങ്കിൽ, ഉണർവുണ്ടാകണമെങ്കിൽ നമ്മൾ എഴുന്നേൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ, എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞത്, ഉറങ്ങുന്നവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. ശരിക്കും ഉണർവ് നമ്മുടെ ഇടയിൽ ഉണ്ടാകണമെങ്കിൽ, ഉണർവ് നമ്മുടെ സഭയിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എഴുന്നേൽക്കാൻ തയ്യാറായിരിക്കണം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുക. ഒരുപക്ഷെ ദൈവദാസന്മാരാകും നമുക്ക് പലപ്പോഴും പല കൃപകളില്ലാത്തവരായിരിക്കാം. നല്ലൊരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാനോ, ഒരു പരസ്യബോധന പ്രസംഗിക്കാനോ, ഭൂതശാന്തിയോ അല്ലെങ്കിൽ കൃപകളില്ലാത്തവരായിരിക്കാം. എന്നാൽ അത്തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരുടെ അടുക്കൽ നമ്മൾ എത്തുമ്പോൾ, അത് അവർ ചെയ്യട്ടെ എന്ന രീതിയിൽ മാറിയിരുന്നാൽ നമ്മൾ ഒരിക്കലും ഉയരത്തില്ല. ആ ശുശ്രൂഷയുടെ ചെറിയൊരു ഭാഗം, പ്രാർത്ഥനയാലോ സ്തോത്രമായോ നമ്മളെക്കൊണ്ട് കഴിയുന്നൊരു ഭാഗം അതിലവിടെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഉണരാൻ തുടങ്ങുന്നത്. നമ്മളില്ലാത്ത കൃപാവരങ്ങൾ, നമ്മളില്ലാത്ത ആത്മീയ കഴിവുകൾ നമ്മൾ പ്രാപിക്കുന്നത് അതിനോടുകൂടെ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ്. നമ്മൾ അകന്നു മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരാത്മീയ ഉണർവുണ്ടാകുകയില്ല. അപ്പോൾ ഒരു ഉണർവിൻ്റെ ഭാഗമായി തീരുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഉണരുന്ന ആത്മീക സമൂഹത്തോടൊപ്പം ചേർന്ന് നിൽക്കണം. ആത്മാവിൻ്റെ അന്യഭാഷയിലോ കൃപാവരത്തിലോ ഉണരുക എന്നതല്ല
ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളെ ശിരസാൽ വഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മണവാട്ടി യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയായി ഉണർന്നു വരുന്ന ഒരു സമൂഹമായി മാറ്റപ്പെടണം. അതാണ് യഥാർത്ഥമായി ഉണർവ്. നമ്മിലുണ്ടാകേണ്ട ഉണർവ്, നാം ചെയ്യേണ്ട ഉണർവ് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഉണർവുണ്ടാകുവാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കാം, നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിൽക്കണം. എഫേസ്യ ലേഖനം കൂടി ചേർന്ന് വായിക്കുമ്പോൾ ഉറങ്ങുന്നവനെ നീ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. അപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? ഇല്ലാത്തവരുടെ ഇടയിൽ, മരിച്ചവരുടെ ഇടയിൽ. ദൈവ ആത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ മരിച്ചവരിൽ ആട്ടവും പാട്ടും ഡാൻസും എല്ലാം ഉണ്ടാകും, പക്ഷേ ആത്മീകമായി മരിച്ചവരായിരിക്കും. ആരാധന അഭിനയമായി മാറ്റപ്പെടുമ്പോൾ അതെല്ലാം ആത്മീകമായിട്ട് ചിന്തിക്കരുത്. ദൈവ ജനത്തോടുള്ള സ്നേഹവും ആത്മഭാരവുമാണ് ഒരു മനുഷ്യൻ്റെ ആത്മജീവനുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്യഭാഷ പറഞ്ഞു പ്രസംഗിച്ചിട്ട് സഹ ദൈവജനത്തോട്, സഹ വിശ്വാസികളോട്, സഹ ശുശ്രൂഷകന്മാരോട് കരുണയും കരുതലും മനസ്സാക്ഷിയും അവരെ സംരക്ഷിക്കുവാനുള്ള, അല്ലെങ്കിൽ അവരുടെ വേദനകളിൽ സഹകരിപ്പാൻ കഴിയാത്ത ഒരു വ്യക്തിയിൽ ഉണർവുണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിപ്പാൻ കഴിയത്തില്ല. ഉണർവ് എന്ന് പറയുന്നത് നമ്മെപ്പോലെ തന്നെ സമസൃഷ്ടങ്ങളായിരിക്കുന്ന ദൈവദാസന്മാരെ നമുക്ക് സ്നേഹിപ്പാൻ കഴിയുന്നത് ഉണർവാണ്. ഈ പ്രസംഗം ഇവിടെ ഞാൻ നിർത്തി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എഴുന്നേറ്റു പ്രകാശിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം എവിടെ ഉറങ്ങിക്കിടക്കുന്നു അവിടെ നിന്ന് എഴുന്നേറ്റു പ്രകാശിപ്പാൻ കഴിയുമെങ്കിൽ ഒരു ഉണർവ് നമ്മിലുണ്ടാകും. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളിൽ ഒരു ഉണർവുണ്ടാകുവാൻ എഴുന്നേറ്റ് പ്രകാശിപ്പാൻ ദൈവം കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.